ഒരു ചായ കുടിക്കണം. അതോ ഇവിടുന്ന് പോവോ, വീണ്ടും ഒളിവിലേക്ക് പോവോ? രാഹുലിന്റെ തത്സമയ ദൃശ്യങ്ങൾ. രാഹുൽ ഇതാ പാലക്കാട് നഗരത്തിൽ ഒരു ചായക്കടയിൽ കയറിയിരിക്കുകയാണ്, ചായ കുടിക്കാനായി കയറിയിരിക്കുകയാണ്. വോട്ട് ചെയ്ത ശേഷം രാഹുൽ ഇതാ നഗരത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രിയ ഇളവള്ളി നമ്മുടെ ഒപ്പമുണ്ട്. പ്രിയ, എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. അപ്പോ ഇനിയും കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും സത്യം ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. രാഹുൽ ഒളിവിലായിരുന്നു എന്നാണല്ലോ 15 ദിവസമായിട്ട് ഒളിവിലായി. പിന്നെ പറയാം, പൂർണ്ണമായി പിന്തുണയാണ് ഈ പരാതി വരുന്ന കേസ്. പിന്നെ പറയാം. ഞാൻ പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലുണ്ട്. ബാക്കിയെല്ലാം പിന്നെ പറയാം. എന്താണ് അപ്പൊ ഇനി തിരിച്ചെന്താണ് പരിപാടി? എന്താണ്? ഒരു ചായ കുടിക്കണം. ഇനി ഇവിടെ പാലക്കാട് തന്നെ ഉണ്ടാവോ, അതോ ഇവിടുന്ന് പോവോ, വീണ്ടും ഒളിവിലേക്ക് പോവോ? ഇത് വലിയ പ്രതിസന്ധി കോൺഗ്രസിനെ ആക്കില്ലേ? കോൺഗ്രസ് വലിയ തരത്തിലേക്ക് പ്രതിസന്ധിയിലെത്തില്ലേ? കാരണം അറിയാം, ഇത് ഇന്ന് മുഖ്യമന്ത്രിയൊക്കെ ഈ ഒരു വിഷയം തന്നെ. ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാനുള്ള പ്രതികരണം ഞാൻ പറഞ്ഞു. നടപടിയെ കുറിച്ച് രാഹുൽ പ്രതികരിക്കുമ്പോൾ പറയേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് എതിരെ പറയാനുള്ളതും എനിക്ക് പറയാനുള്ളതും രണ്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്, അല്ലേ? രണ്ടും കോടതിയുടെ മുൻപാകെയാണുള്ളത്. ഇനി കോടതിയാണ് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതും തീർപ്പുണ്ടാക്കേണ്ടതും. അതിനപ്പുറം എനിക്ക് തൽക്കാലം ഒന്നും പറയാനില്ല. എല്ലാം പറയാനുള്ളതെല്ലാം ഞാൻ കോടതിയിൽ പറയും. എനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ തന്നെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. അതിനപ്പുറം ഒന്നും ഞാൻ പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം പരാതി രാഷ്ട്രീയ തൽക്കാലം ഞാൻ തൽക്കാലം ഇതിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം ഇതിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പാലക്കാട് തുടരും MLA എവിടെയെന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരു ബാധ്യതയില്ലേ? അത് വരും ദിവസങ്ങൾ മനസ്സിലാവുമല്ലോ. അല്ല, 15 ദിവസമായി ഇവിടെ ഇല്ല. പല വോട്ടർമാരും ചോദിക്കുന്നു MLA എവിടെയാണെന്ന്. പ്രിയ ചേച്ചി, ഞാൻ ഇത്ര ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിനപ്പുറവും ഇപ്പുറവും എന്നിൽ നിന്ന് കിട്ടില്ല. കൂടുതലൊന്നും പറയാനില്ല, എല്ലാ നിയമത്തിന്റെ പരിഗണനയിലിരിക്കുന്നു. ഇതിനപ്പുറം ഒന്നും എന്നിൽ നിന്ന് കിട്ടില്ല. ഇത്ര ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഞാൻ പ്രിയ ചേച്ചിയോട് വളരെ ബഹുമാനത്തോടു കൂടി പറഞ്ഞു. അതവിടെ അവസാനിച്ചു. എന്റെ പ്രതികരണം അവസാനിച്ചു. ബാക്കിയൊക്കെ ഇനി നിങ്ങൾക്ക് സ്പെക്കുലേറ്റ് ചെയ്യാം, ആന്റിസിപ്പേറ്റ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുന്നിലുണ്ട്. എനിക്കെതിരെ പറയാനുള്ളത് നീതിന്യായ കോടതിയുടെ മുന്നിലുണ്ട്. ഇനി ബാക്കി കോടതി തീരുമാനിക്കട്ടെ. അതിനിടയ്ക്ക് നമുക്ക് പറയാമല്ലോ. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചൂലേ, ഇവിടെ തന്നെ ഉണ്ടാവോ, പാലക്കാട് തന്നെ ഉണ്ടാവും? നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് അറിയില്ലല്ലോ. കാരണം രാഹുൽ പെട്ടെന്നാണ് കണ്ണാടി പഞ്ചായത്തിലെ മനസ്സിലാവുമല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാവുമല്ലോ. അതിനകത്തൊരു തർക്കവും വേണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും. ഇത്ര ദിവസം ഒളിവിലായിരുന്നോ? ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാൻ സമയമുണ്ടല്ലോ. വെറുതെ ഇല്ലല്ലോ. ഇവിടെ ഉണ്ടല്ലോ. ശരി. പ്രിയ ഇളവള്ളി മഠമാണ് രാഹുലുമായി സംസാരിച്ചത്. പ്രിയ ഇളവള്ളി മഠം വോട്ട് ചെയ്ത ശേഷം രാഹുൽ പുറത്തിറങ്ങിയതിന് പിന്നാലെ രാഹുലിന്റെ യാത്രയിൽ പിന്നാലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചായ കുടിക്കാനായി ഒരു കടയിലെത്തിയിരിക്കുകയാണ്. പ്രിയ ഇളവള്ളി മഠവുമായി രാഹുൽ സംസാരിച്ചു.